ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 66 മുതൽ 72 വരെയുള്ള വാക്യങ്ങളിൽ കൂടെ നിന്ന പത്രോസ് തള്ളിപ്പറയുന്ന ഭാഗമാണ്. 66-ാം വാക്യം. പത്രോസ് താഴെ നടുമുറ്റത്ത് ഇരിക്കുമ്പോൾ മഹാപുരോഹിതൻ്റെ ബാല്യക്കാരത്തികളിൽ ഒരുത്തി വന്നു. പത്രോസ് സ്ത്രീ ആയിരുന്നത് കണ്ട് അവനെ നോക്കി, നീയും ആ നസ്രയനായ യേശുവിനോടുകൂടെ ആയിരുന്നുവെന്ന് പറഞ്ഞു. നീ പറയുന്നത് തിരിയുന്നില്ല, ബോധ്യമാകുന്നതുമില്ല എന്നിങ്ങനെ അവൻ തള്ളിപ്പറഞ്ഞു. പടിപ്പുരയിലേക്ക് പുറപ്പെട്ടു പോയപ്പോൾ കോഴി കൂകി. ആ ബാല്യക്കാരത്തി അവനെ പിന്നെയും കണ്ട് സമീപത്ത് നിൽക്കുന്നവരോട്, ഇവൻ ആ കൂട്ടരിലുള്ളവൻ തന്നെ എന്ന് പറഞ്ഞു തുടങ്ങി. അവൻ പിന്നെയും തള്ളിപ്പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞിട്ടും അരിയെ നിന്നവർ പത്രോസിനോട്, നീ ആ കൂട്ടരിലുള്ളവൻ സത്യം, ഗലീലക്കാരനല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി രണ്ടാമതും കൂവി. കോഴി 2 വട്ടം കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് അതിനെക്കുറിച്ച് വിചാരിച്ച് കരഞ്ഞു. ഈ അധ്യായത്തിൻ്റെ ഈ അവസാന ഭാഗമാകുമ്പോൾ യേശു കർത്താവിൻ്റെ കൂടെ നടന്ന് അനുഭവിച്ച പത്രോസ് തള്ളിപ്പറഞ്ഞെങ്കിൽ ഞാനും നിങ്ങൾ ഇതുപോലെ യേശുവിനെ തള്ളിപ്പറയുന്നില്ലേ? യേശുവിൻ്റെ നന്മ മുഴുവൻ അനുഭവിച്ചിട്ട് പ്രാകുവാനും ആകണയിടുവാനും തുടങ്ങുന്നവരല്ലേ നമ്മൾ? എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് പ്രയാസം വരുമ്പോൾ ഞാനും നിങ്ങൾ മാനസികമായി തകർന്ന് അനുഭവിച്ച നന്മകൾ മുഴുവൻ മറക്കുന്നവരല്ലേ നമ്മൾ? ഞാനും നിങ്ങൾ പത്രോസിനെ കുറ്റം പറയുന്നെങ്കിൽ ആ പത്രോസ് നീയാണ്. അങ്ങനെ ഞാൻ ചെയ്യുന്നെങ്കിൽ ആ പത്രോസ് ഞാനാണ്. ധൈര്യത്തോടെ യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ, നിജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് പ്രഖ്യാപിക്കുവാൻ ഉള്ള തൻ്റെ ഇടവും ധൈര്യം ഒരാൾക്ക് മാത്രമേ യേശു കർത്താവിനോടുകൂടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ട് അവൻ അവിടുന്ന് വിട്ടുപോയി അവൻ കരയാണ്. അവൻ ആത്മഹത്യ ചെയ്തില്ല, മറ്റേ പോയി ആത്മഹത്യ ചെയ്തു. ഇവൻ ആത്മഹത്യ ചെയ്തില്ല, കാരണം ഇവനറിയാം യേശു കർത്താവ്. ഇവൻ അന്നേരം ഒന്ന് രക്ഷപ്പെടാൻ സൂത്രം നോക്കിയെന്നുള്ളതേ ഉള്ളൂ. അന്നേരം അവരിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ നോക്കിയെന്നേ ഉള്ളൂ. അവനറിയാം യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ പോലെ ഞങ്ങളും പലപ്പോഴും സത്യമറിയാമെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടുവാനും ഞങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയും സത്യത്തെ മറയ്ക്കുന്നതുമായ ഞങ്ങളുടെ സ്വഭാവത്തെ നീ മാറ്റണമേ. ഏതവസ്ഥയിലും തൻ്റെ അടുത്തോടെ നിനക്ക് വേണ്ടി നിൽക്കുവാനുള്ള കൽപ്പ് ഞങ്ങൾക്ക് തരണമേ. അല്ലെങ്കിൽ ഞങ്ങൾ മാനസികമായി സംഘർഷത്തിൽ തകർന്ന തരിപ്പിടമായി പോകും. അപ്രകാരം വരാതെ സംഭവിക്കുവാൻ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സത്യസന്ധതയുള്ളവരായി ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ സത്യസന്ധതയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.